ബോംബുകൾ പൊട്ടുന്ന അതിഭീകരമായ ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഒരു സ്ത്രീയും 2 കുട്ടികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഭീകരമായ അന്തരീക്ഷം. 10 വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ ഇറാഖിലെ കരംലേഷിൽ നടന്ന ഐസിസ് ആക്രമണത്തെക്കുറിച്ച് ഇന്ന് സെന്റ് കോർക്കിസ് ദേവാലയത്തിന്റെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ മാർട്ടിൻ ബാനി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. അന്ന് കരംലേഷ് ദേവാലയത്തിന്റെ വികാരി ഇന്നത്തെ ബിഷപ്പ് ബൗലോസ് ടാബേറ്റ് ആയിരുന്നു. ആ സമയങ്ങളിൽ പൗരോഹിത്യത്തിനായി തയ്യാറെടുക്കുകയായിരുന്ന ഫാദർ മാർട്ടിൻ അദ്ദേഹത്തിനൊപ്പമായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. സുരക്ഷാസേന പിന്മാറിയതോടെ ഭീകരർ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ സഭാധികാരികൾ പ്രദേശം വിട്ട് എർബിലേക്ക് പലായനം ചെയ്യാൻ ഉത്തരവിട്ടു. അന്നൊരു മുന്നറിയിപ്പെന്നോണം ദേവാലയത്തിലെ മണി മുഴക്കിയതും മറ്റ് പ്രായമായവരെയും രോഗികളെയും പള്ളി തന്നെ മുൻകൈയെടുത്ത് മാറ്റിപ്പാർപ്പിക്കുന്നതിനെക്കുറിച്ചും ഫാദർ മാർട്ടിൻ ഓർത്തെടുത്തു. ദേവാലയത്തിലെ പ്രധാന രേഖകളും മറ്റ് തിരുവസ്തുക്കളും ശേഖരിച്ച് യാത്രയ്ക്കായി അവർ തയ്യാറെടുത്തു. അന്ന് ദിവ്യകാരുണ്യ ഈശോയെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നത് ഫാദർ മാർട്ടിനായിരുന്നു. പലായനത്തിൽ യാതൊരു അപകടവും സംഭവിക്കാതെ തങ്ങളെ കാത്തുപരിപാലിച്ചതിന് പിന്നിൽ ആ ശക്തി തന്നെയാണെന്ന് വൈദികൻ പറയുന്നു. നഗരം ശാന്തമായപ്പോൾ ആദ്യമായി ഇവിടേക്ക് തിരുവോസ്തിയുമായി മടങ്ങിയെത്തിയതും ഈ വൈദികൻ തന്നെയായിരുന്നു. ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേൽക്കാരെ ദൈവം സംരക്ഷിച്ച സംഭവത്തെ താരതമ്യപ്പെടുത്തിയായിരുന്നു മരണം സംഭവിച്ചേക്കാവുന്ന ഘട്ടത്തിൽ ദൈവം പരിപാലിച്ച അനുഭവം ഫാദർ മാർട്ടിൻ പങ്കുവച്ചത്. ഇറാഖിലെ ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത വൈദികൻ സഹനങ്ങൾ സഭയെയും സഭയിലെ വിശ്വാസികളെയും ശക്തിപ്പെടുത്തുകയേ ഉള്ളൂവെന്നും തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും പറയുന്നു.